നമസ്കാരം. ഷെയർ മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദലാൽ സ്ട്രീറ്റിൽ ഇന്ന് നാം കണ്ടത് സമാനതകളില്ലാത്ത ഒരു വൻ രക്തച്ചൊരിച്ചിലാണ്. സെൻസെക്സ് 2500 പോയിന്റുകൾക്ക് മുകളിൽ കൂപ്പുകുത്തിയപ്പോൾ നിഫ്റ്റി 23,000 എന്ന സുപ്രധാന ലെവലിലേക്ക് തകർന്നിറങ്ങി. ആഗോള വിപണിയെ ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾ, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ കുതിപ്പ്, HDFC ബാങ്ക് ഓഹരികളിലെ തകർച്ച, ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളുടെ പുതിയ തീരുമാനങ്ങൾ, HSBC ബാങ്കിലെ വമ്പൻ പിരിച്ചുവിടൽ, ഒപ്പം ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് വാർത്ത എന്നിവയുൾപ്പെടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ നേരിട്ട് ബാധിക്കുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്കൊരു ചെറിയ ചോദ്യം. അമേരിക്കയുടെ സെൻട്രൽ ബാങ്ക് US ഫെഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജപ്പാൻ റിസർവ് ബാങ്ക്, ഓപ്ഷൻ ബി ബാങ്ക് ഓഫ് ജപ്പാൻ, ഓപ്ഷൻ സി ടോക്കിയോ ഫെഡറൽ ബാങ്ക്. ഇതിന്റെ ശരിയായ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനം ഇതിന്റെ ഉത്തരം ഞാൻ പറയുന്നതാണ്. ആദ്യമായി ഇന്നത്തെ വിപണി തകർച്ചയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഒരു ഫ്രീ ഫോൾ എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് ഇന്ന് മാർക്കറ്റ് തകർന്നടിഞ്ഞത്. സെൻസെക്സ് ഏകദേശം 2500 പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 50 അതിന്റെ എല്ലാ ലെവലുകളും ഭേദിച്ച് 23,000 എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ നിക്ഷേപകരുടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിന്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് കടന്നതാണ് ഈ പാനിക് സെല്ലിങ്ങിന് കാരണം. വിദേശ നിക്ഷേപകർ പരിഭ്രാന്തിയോടെ ഇന്ത്യൻ വിപണിയിൽ നിന്നും പണം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിപണി തകർച്ചയുടെ ഒരു പ്രധാന കാരണം ക്രൂഡ് ഓയിൽ വിപണിയിൽ നിന്നും വന്ന ഏറ്റവും പുതിയ വാർത്തകളാണ്. ആഗോള എണ്ണ വിപണിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില കുതിച്ചുയർന്ന് ബാരലിന് $115 മുകളിലെത്തിയിരിക്കുകയാണ്. ഇതിന് കാരണമായത് സൗദി അറേബ്യയിലെ യാൻബു റിഫൈനറിക്ക് നേരെ നടന്ന വ്യോമാക്രമണമാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ പുറത്തെത്തിക്കാൻ ലോകത്തിനുള്ള ഒരേയൊരു ആശ്രയമായിരുന്നു യാൻബുവിലെ പൈപ്പ് ലൈനുകളും റിഫൈനറിയും. അവിടെയാണ് ഇപ്പോൾ ആക്രമണമുണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്തുനിന്നുള്ള എണ്ണ വിതരണം പൂർണ്ണമായും നിലച്ചുപോകുമെന്ന വലിയൊരു ഭയമാണ് ഇപ്പോൾ ആഗോള സമ്പദ്വ്യവസ്ഥയെ വേട്ടയാടുന്നത്. എണ്ണവില $115 കടന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പണപ്പെരുപ്പം കുത്തനെ ഉയരാൻ കാരണമാകും. ഈ വൻ തകർച്ചയ്ക്കിടയിൽ ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ബാങ്കിംഗ് ഭീമനായ HDFC ബാങ്കിന്റെ തകർച്ചയാണ്. HDFC ബാങ്കിന്റെ ഓഹരികൾ ഇന്ന് 5% കൂപ്പുകുത്തിയത്. ബാങ്കിന്റെ ചെയർമാൻ അദാനു ചക്രബർത്തിയുടെ രാജിയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങളും ബാങ്കിന്റെ ഭരണസമിതിയിലുള്ള പ്രശ്നങ്ങളുമാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്ന് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഇതിൽ നിക്ഷേപകർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ നേരിട്ട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. HDFC ബാങ്കിൽ യാതൊരുവിധ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രശ്നങ്ങളുമില്ലെന്നും അവരുടെ ഫിനാൻഷ്യൽസ് വളരെ സുരക്ഷിതമാണെന്നും RBI വ്യക്തമാക്കുന്നു. തികച്ചും പ്രൊഫഷണലായാണ് ബാങ്കിന്റെ ബോർഡ് പ്രവർത്തിക്കുന്നതെന്നും സെൻട്രൽ ബാങ്ക് ഉറപ്പു നൽകുന്നു. യുദ്ധം ആഗോള സാമ്പത്തിക നയങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് നോക്കാം. അമേരിക്കൻ സെൻട്രൽ ബാങ്കായ US ഫെഡ് തങ്ങളുടെ പുതിയ മീറ്റിംഗിൽ പലിശ നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇറാൻ യുദ്ധം കാരണം അമേരിക്കയിൽ പണപ്പെരുപ്പം ഇനിയും കൂടും എന്ന ഭയമാണ് പലിശ കുറയ്ക്കുന്നതിൽ നിന്നും അവരെ പിന്നോട്ട് വലിച്ചത്. ഇതിന് സമാനമായി ബാങ്ക് ഓഫ് ജപ്പാനും തങ്ങളുടെ പലിശ നിരക്കുകൾ നിലനിർത്താൻ തീരുമാനിച്ചു. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ യുദ്ധം കാരണം തങ്ങളുടെ നയങ്ങൾ കടുപ്പിക്കുകയാണ്. ഉയർന്ന പലിശ നിരക്കുകൾ തുടരുന്നത് ഇന്ത്യൻ ഓഹരി മാർക്കറ്റിന് വരും ദിവസങ്ങളിലും ഭീഷണിയാണ്. ഇനി ഗ്ലോബൽ IT ബാങ്കിംഗ് സെക്ടറുകളിൽ നിന്നുള്ള വളരെ നിർണായകമായ ഒരു വാർത്ത നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എങ്ങനെയാണ് തൊഴിൽ മേഖലയെ ഇല്ലാതാക്കുന്നതെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായ HSBC ബാങ്ക് തങ്ങളുടെ 20,000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ്. കമ്പനിയുടെ സിസ്റ്റങ്ങളിൽ AI അധിഷ്ഠിതമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഈ കൂറ്റൻ ലേ ഓഫ് നടപ്പിലാക്കുന്നത്. നമ്മുടെ IT കമ്പനികളുടെ ബിസിനസ് മോഡലുകൾക്കും ഈ AI വിപ്ലവം വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അവസാനമായി ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള ഒരു പോസിറ്റീവ് വാർത്ത കൂടി നോക്കാം. വിപണിയിലെ ഈ രക്തച്ചൊരിച്ചിലിനിടയിലും ഭാവിയുടെ സൂചന നൽകുന്ന ഒരു ഡീൽ ഇന്ന് നടന്നിട്ടുണ്ട്. പ്രമുഖ ഗ്ലോബൽ കമ്പനിയായ ബോഷും ടാറ്റ ഓട്ടോകോമ്പും ചേർന്ന് 50:50 അനുപാതത്തിൽ ഇന്ത്യയിൽ ഒരു ജോയിന്റ് വെഞ്ചർ ആരംഭിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്കാവശ്യമായ ഡ്രൈവ് ട്രെയിനുകൾ നിർമ്മിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യയിലെ EV വിപ്ലവത്തിന് വലിയൊരു കുതിപ്പേകാൻ ഈ പങ്കാളിത്തത്തിന് സാധിക്കും. ടാറ്റ മോട്ടോഴ്സിന്റെ EV ബിസിനസ്സിന് ഭാവിയിൽ വലിയ ഗുണം ചെയ്യുന്ന ഒരു വാർത്തയാണിത്. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ ഇവയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് ബാങ്ക് ഓഫ് ജപ്പാൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ശരിയുത്തരം കമന്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
മാർക്കറ്റിലെ ഈ വലിയ വീഴ്ചയിൽ നിങ്ങൾ ഏതെങ്കിലും ഓഹരികൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.